കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിൽ നടക്കുന്ന ചില വിചിത്രമായ കാര്യങ്ങൾ കാണുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട സംശയങ്ങൾ മനസ്സിലുണ്ടാവുകയാണ്. ഒന്ന്, കേരളത്തിലെ വിദ്യാർത്ഥികളോടും രക്ഷകർത്താക്കളോടും പിണറായി സർക്കാരിന് എന്താണ് ഇത്ര വലിയ വൈരാഗ്യം അല്ലെങ്കിൽ ശത്രുത? രണ്ടാമത്തേത്, 9-10 മാസം കഴിയുമ്പോൾ കേരളത്തിലെ പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. അതിനു മുമ്പായിട്ട് വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളെ സർക്കാരിന്റെ ശത്രുപക്ഷത്താക്കാൻ ഈ ഗവൺമെന്റ് തന്നെ, അല്ലെങ്കിൽ CPM ആണോ എന്നറിയില്ല, അവര് മന്ത്രിമാർക്ക് കൊട്ടേഷൻ നൽകിയിരിക്കുകയാണ്. മന്ത്രി ആർ ബിന്ദുവിന്റെയും വീണ ജോർജിന്റെയും ഒക്കെ വർത്തമാനവും പ്രവൃത്തിയും കാണുമ്പോൾ നമുക്ക് ആ സംശയമാണ് തോന്നുന്നത്. അതിൽ വീണ ജോർജ് അവരെ ഏൽപ്പിച്ച ദൗത്യം അവർ ഇതിനകം വിജയകരമായിട്ട് പൂർത്തിയാക്കി കഴിഞ്ഞു. അതിനൊരു ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു എന്നേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ അവര് നിർവഹിച്ചു കഴിഞ്ഞു. പിന്നെ അല്പസ്വല്പം ബാക്കി കിടക്കുന്നതൊക്കെ മെല്ലെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവാണ് ഇപ്പോൾ ഈ രംഗത്ത് സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പ്രവേശനത്തിന് വേണ്ടി സർക്കാർ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു, കീം പട്ടിക. അത് ഇന്നലത്തെ കോടതി വിധി വന്നതോടെ ബഹുമാനപ്പെട്ട മന്ത്രി എടുത്ത് അട്ടത്ത് പൂട്ടിവെച്ചു. പകരം രാത്രി തന്നെ പുതിയ ലിസ്റ്റ് പുറത്തിറക്കുകയും ചെയ്തു. ഇവിടെ എന്താ സംഭവിച്ചത്? കീഴടങ്ങിയത് ഗവൺമെന്റിന്റെ ധാർഷ്ട്യമാണ്, അല്ലെങ്കിൽ മന്ത്രിയുടെ ധിക്കാരമാണ്. അതുപോലെ തന്നെ തോറ്റത് അവരുടെ വിവരക്കേടാ. എന്താണ് ഈ എഞ്ചിനീയറിംഗ് പ്രവേശനവുമായി ബന്ധപ്പെട്ട കീം പട്ടികയില്, അല്ലെങ്കിൽ അതിന് സംഭവിച്ച എന്താണ്? ഗവൺമെന്റിന് ഒരു ചിഹ്ന ആഗ്രഹം, അതായത് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുന്ന വിദ്യാർത്ഥികളിൽ കേരള സിലബസിൽ പഠിച്ച സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾക്ക് ഒരു മേൽക്കൈ കിട്ടണം, ഒരു പ്രാധാന്യം കിട്ടണം. അതിന് മാർക്ക് ഏകീകരണം എന്ന് പറയുന്ന ഒരു പദ്ധതി അവർ നടപ്പാക്കി. ഇത് വാസ്തവത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി 19 സർക്കാർ പ്രസിദ്ധീകരിച്ച പ്രോസ്പെക്ടസ്, അല്ലെങ്കിൽ അതിലെ മാനദണ്ഡങ്ങൾ, അതിന് തികച്ചും വിരുദ്ധമായിരുന്നു. ഇവിടെ ലക്ഷ്യം CBSE-ക്കാരെ ഒന്ന് പിന്നാക്കം തള്ളണം, അവരുടെ സ്ഥാനത്തേക്ക് കേരള സിലബസുകാരെ മുമ്പിൽ നിർത്തണം. പക്ഷെ CBSE-യിൽ നിന്ന് പഠിച്ചു വന്ന കുട്ടികൾ സമ്മതിക്കുമോ? അവർ കോടതിയിൽ പോയി ഇതിനെ ചോദ്യം ചെയ്തു. അപ്പം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറഞ്ഞു, ഈ പട്ടിക ശരിയല്ല, പുതിയ പട്ടിക തയ്യാറാക്കണം. അപ്പൊ പിന്നെ ഗവൺമെന്റിന് അപ്പീൽ പോകാതിരിക്കാൻ പറ്റുമോ? അതാണല്ലോ നമ്മുടെ സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട ജോലി. കോടതി കാര്യങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുക, അതാണല്ലോ നമ്മുടെ സർക്കാരിന്റെ ഒരു നയം. ഈ സർക്കാരിന്റെ പല തീരുമാനങ്ങളും അന്തിമ തീരുമാനമാകുന്നത് കോടതിയിലാണ്, അല്ലാതെ രക്ഷപ്പെട്ടു വന്ന തീരുമാനങ്ങളൊക്കെ വളരെ ചുരുക്കമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ബിന്ദുമാധവ് ഹൈക്കോടതിയിൽ അപ്പീലുമായിട്ട് പോയി. പക്ഷേ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിന്റെ വിധി ശരിവെക്കുക ചെയ്തത്. പട്ടിക മാറ്റാൻ പറഞ്ഞു, പുതിയ പട്ടിക കൊണ്ടുവരാൻ പറഞ്ഞു. ഇപ്പോൾ പുതിയ ലിസ്റ്റ് വന്നു. അതനുസരിച്ച് നോക്കുമ്പോൾ ഈ പട്ടികയിലെ ആദ്യത്തെ 100 സ്ഥാനങ്ങളില് 79 എണ്ണവും CBSE-ക്കാണ് ലഭിച്ചിരിക്കുന്നത്. മറിച്ചായിരുന്നെങ്കിൽ CBSE-യിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് നീതി നിഷേധിക്കപ്പെടുമായിരുന്നു. എന്താണ് ഇതിന് കാരണം? എന്തുകൊണ്ടാണ് CBSE-യിൽ പഠിച്ച വിദ്യാർത്ഥികളോട് സംസ്ഥാന സർക്കാരിന് ഇത്ര ഇഷ്ടക്കേടുണ്ടാവുന്നത്? അവരുടെ ഈ കേരളത്തിലുള്ളവരല്ലേ, ഇവിടെ ജീവിക്കുന്നവരല്ലേ, ഇവിടുത്തെ CBSE സ്കൂളുകളിൽ പഠിച്ചവരല്ലേ? പിന്നെ എന്തിനു നിങ്ങൾ അവരെ ഒരു 2ാം തരം പൗരന്മാരായിട്ട് കാണണം? എന്തിന് പ്രത്യേക കാരണമുണ്ടോ? ഒരുപക്ഷെ സർക്കാർ വിചാരിച്ചു കാണും, അതായത് എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ കൂടുതൽ പ്രവേശനം ലഭിക്കുന്നത് കേരള സിലബസിൽ പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ അത് നമ്മുടെ കേരള സർക്കാരിന്റെ ഒരു മികവായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമല്ലോ. അതായത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം നമ്പർ 1 അങ്ങനെ ഖ്യാതി പറയാമല്ലോ. ഒരുപക്ഷെ അത് വിചാരിച്ച് കാണണം, അതായിരിക്കാം ഒരു കാരണം. അതാണ് ഒരു മാനദണ്ഡമെങ്കില് ഇനി അടുത്ത തവണ ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് മേൽക്കൈ കിട്ടത്തക്കവണ്ണം വേറൊരു പരിഷ്കാരം കൊണ്ടുവരാമല്ലോ, അങ്ങനെ കൊണ്ടുവരുമല്ലോ. എന്ത് ബുദ്ധിയാണ് ഈ സർക്കാരിൻ്റെത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ മറ്റൊരു കാരണം വേണം ചൂണ്ടിക്കാണിക്കാം. അതായത് ഈ CBSE-യിൽ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവർ 4 അക്ഷരം പഠിക്കാനും ജയിക്കാനും വേണ്ടി പോകുന്നവരാ. അല്ലാതെ ഈ SFI-ക്കാരുടെ, അല്ലെങ്കിൽ അവരെ ആട്ടിത്തെളിയിച്ചുകൊണ്ട് വരുന്ന ഈ സമരക്കാരുടെ കൂട്ടത്തിൽപ്പെടുന്നവരല്ല. അതിനവർക്ക് നേരമില്ല. അവർക്ക് പഠനമാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫീസിന് മുമ്പിൽ ഭയങ്കര യുദ്ധം നടക്കുകയാണല്ലോ, തെരുവ് യുദ്ധം. SFI-ക്കാർ കുറേ കുട്ടികളെ പല പല കോളേജുകളിൽ ഇറക്കിക്കൊണ്ടുവന്ന് സമരരംഗത്ത് അവതരിപ്പിക്കുന്നുണ്ട്. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇവരിൽ എത്ര കുട്ടികൾക്ക്, അതായത് ഈ സമരത്തിൽ പങ്കെടുത്ത, പോലീസിനെ കല്ലെറിയാനും തടയാനും BSE-യെ തടയാനും ഒക്കെ ആയിട്ട് ഈ യൂണിവേഴ്സിറ്റി ഓഫീസിന് മുമ്പിൽ തമ്പടിച്ചു കിടന്ന ഈ വിദ്യാർത്ഥി സമൂഹത്തിൽ എത്ര പേർക്ക് ഈ ലിസ്റ്റ് അനുസരിച്ച് എത്ര പേർക്ക്
ഈ എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള പ്രവേശന പട്ടികയില് സ്ഥാനം കിട്ടിയിട്ടുണ്ടാവും? ഒന്ന് അന്വേഷിച്ച് നോക്കേണ്ടതല്ലേ? അപ്പൊ ഒരു ഉഷാറായിരിക്കാൻ കാരണം CBSE കുട്ടികളെ പഠിക്കാൻ വരുന്നവരാ. അവരെ SFIക്ക് അവരുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കോ ലാഭത്തിനും വേണ്ടി ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ടാവില്ല. അതായിരിക്കാം ഒരു കാരണം. ഈ മാർക്ക് ഏകീകരണ പ്രശ്നത്തിൽപ്പെട്ട് കഴിഞ്ഞ 2 മാസമായിട്ട് എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്ക് എഴുതിയ കുട്ടികള് വാസ്തവത്തിൽ തീ തിന്നുകയായിരുന്നു. കേരളത്തിലെ വിദ്യാർത്ഥികളെ 2 തട്ടിലാക്കാൻ സാധിച്ചു എന്നതൊഴിച്ചാൽ ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായത്? എന്താണ് സർക്കാരിനൊരു പ്രയോജനം ഉണ്ടായത്? വിദ്യാർത്ഥികളും അവരുടെ രക്ഷകർത്താക്കളും അവരുടെ കുടുംബത്തിൽപ്പെട്ടവരും ഈ സർക്കാരിനെ വെറുത്തു എന്നതല്ലാതെ എന്ത് പ്രയോജനമാണ്? ഇതാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? പിണറായിയെ ശ്രദ്ധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന്മാർ ശ്രദ്ധിക്കുന്നുണ്ടോ? ബിം മന്ത്രിയുടെ ഖിം പട്ടിക ഒളിഞ്ഞ് പാളിഷായി, അത്രയേ ഉള്ളൂ. ഒരടി കൂടി സർക്കാരിന്റെ ചെകിട്ടത്ത് കിട്ടി. ബഹുമാനപ്പെട്ട ബിന്ദു മന്ത്രി, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാർക്സ്, നിങ്ങള് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം അടപടലം പൊളിച്ച് കീറാൻ കുളം കോരാൻ തീരുമാനിച്ചിരിക്കുകയാണോ? യൂണിവേഴ്സിറ്റി ഓഫീസിൽ എത്ര ദിവസമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുക? ഇന്ന് രാവിലെ അവിടെ വലിയ തിരക്ക് കണ്ടില്ല. കാരണം VC സ്ഥലത്തില്ല, തിരുവനന്തപുരത്തില്ല. ഇന്നലെ SFIയുടെ ചേട്ടന്മാര് DYFI VCയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഒരു മാർച്ച് നടത്തിയിരുന്നു, ഒരു പ്രതിഷേധ മാർച്ച്. പ്രതിഷേധിക്കാനൊന്നും ആയിരുന്നല്ലോ കേട്ടോ, VC അവിടെ ഉണ്ടോ എന്നറിയാൻ പോയതാ. ഒന്ന് അറിഞ്ഞു വെക്കണമല്ലോ. DYFIക്കാർക്ക്, ഈ യൂത്തന്മാർക്ക് യൂണിവേഴ്സിറ്റി ഓഫീസിനുള്ളിൽ കടന്ന് യുദ്ധം നയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കടലിക്കകത്ത് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആശാന്റെ നെഞ്ചത്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇന്നലെ അവര് VCയുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ യൂണിവേഴ്സിറ്റിയിൽ കാവ്യവൽക്കരണം നടത്തുന്നു എന്നുള്ളതാണല്ലോ പരാതി, അതാണല്ലോ പ്രശ്നം. അതിന് VCയുടെ വീട്ടിലിരിക്കുന്നവർ എന്ത് പഠിച്ചു? മാഡം മിനിസ്റ്റർ, കേരള സർവകലാശാല ഇപ്പൊ ആരാ ഭരിക്കുന്നത്? വൈസ് ചാൻസലർ ആണോ? അതോ ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽപ്പെട്ട സിൻഡിക്കേറ്റ് അംഗങ്ങളാണോ? അതോ SFI ആണോ? മന്ത്രിക്ക് എന്തെങ്കിലും റോളുണ്ടോ? പ്രോ ചാൻസലർ ആണെന്നാണല്ലോ പറയുന്നത്. വല്ല റോളും ഉണ്ടോ? ഇന്നലെ തന്നെ നടന്നെന്താണെന്ന് നോക്കി. അവിടുത്തെ രജിസ്ട്രാറെ VC സസ്പെൻഡ് ചെയ്തിരിക്കുക. പിന്നീട് ചേർന്ന സിൻഡിക്കേറ്റ് യോഗം, ആ യോഗം VC പിരിച്ചുവിട്ടിട്ടും അതിനുശേഷം ചേർന്നിട്ട് അദ്ദേഹത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്തു. എന്നിട്ട് VC പകരം ആളെ വെക്കുകയും ചെയ്തു. ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട VC അകത്ത് കടത്തരുതെന്ന് VC ഉത്തരവിട്ടു. ആർക്ക് ഉത്തരവിട്ടു? സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്ക്, സെക്യൂരിറ്റിക്കാർക്ക്. അവരെന്താ ചെയ്തത്? ഇന്നലെ രാവിലെ രജിസ്ട്രാർ വരുന്നു, സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ ഓടിച്ചെല്ലുന്നു, വളരെ ഭവ്യതയോടെ ബഹുമാനത്തോടെ അദ്ദേഹത്തിന്റെ കാറിന്റെ വാതിൽ ഡോർ തുറന്നു കൊടുക്കുന്നു, സല്യൂട്ട് ചെയ്യുന്നു, അദ്ദേഹത്തെ ആനയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. ഏത് VC ആരെയാണോ അകത്ത് കടത്തരുത് എന്ന് ഉത്തരവിട്ട രജിസ്ട്രാറെ, ആര്? അവിടുത്തെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാര്. അപ്പൊ നമ്മുടെ VCയുടെ വാക്കിന് എന്താണ് വില? എന്നിട്ട് VC വേറൊരു ഉത്തരവ് കൊടുത്തായിരുന്നു, ഈ ഫയലുകളൊന്നും ഒപ്പിടാൻ പാകത്തിൽ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാറുടെ അടുത്ത് എത്തരുതെന്ന് ഉറപ്പുവരുത്തണം എന്ന് വെച്ചാൽ കൊടുക്കരുത്. പകരം ഒരു ജോയിന്റ് രജിസ്ട്രാർക്ക് ചുമതലയുണ്ട്, ഒരു ഡോക്ടർ മിനി ഡിജോ കാപ്പൻ, അവർക്ക് കൊടുത്താൽ മതി എന്നാണ്. അത് പൊളിക്കാനായിരുന്നു പിന്നെ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ശ്രമം. അപ്പൊ ആരാ ഭരിക്കുന്നത്? ആർക്കാ ഉത്തരവാദിത്വം? കാര്യങ്ങൾ നടത്തുന്നത് ആരാ? എന്തായാലും ഇതിനിടയ്ക്ക് മിനി ഡിജോ കാപ്പൻ 25 ഫയലുകൾ ഒപ്പിട്ട് VCക്ക് അയച്ചു. അതിൽ VC ഒപ്പിട്ടു. അതേസമയം 3 ഫയലുകൾ അനിൽകുമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർ ഒപ്പിട്ടത്, അത് VC തിരിച്ചയക്കുകയും ചെയ്തു. അദ്ദേഹം ചോദിക്കുന്നത്, ചേട്ടാ, ഈ സസ്പെൻഷനിൽ ഇരിക്കുന്ന രജിസ്ട്രാർക്ക് എങ്ങനെ ഈ ഫയൽ കിട്ടിയത്? അതിന്മേലെങ്ങനെ അദ്ദേഹം ഒപ്പുവയ്ക്കുന്നത്? അങ്ങനെ കേരള യൂണിവേഴ്സിറ്റിയുടെ നടത്തിപ്പ് ആകെ അലങ്കോലപ്പെട്ട് കിടക്കുക, കോളമായി കിടക്കുക. ഇതിനിടെ പെട്ടുപോയത് ഈ പാവം ജോയിന്റ് രജിസ്ട്രാറാണ്, ഡോക്ടർ മിനി ഡിജോ കാപ്പൻ. അവർ നേരത്തെ രജിസ്ട്രാറുടെയും പരീക്ഷാ കൺട്രോളറുടെയും ഒക്കെ ചുമതല വഹിച്ചിട്ടുള്ള ആളാണ്. അവര് വിട്ടുപോയി. അതായത് CPM-ഉം BJP-യും തമ്മിലുള്ള ഈ തർക്കത്തിൽ, അല്ലെങ്കിൽ VCയും ഇടതുപക്ഷ സിൻഡിക്കേറ്റും തമ്മിലുള്ള ഈ യുദ്ധത്തിൽ അവരാണ് വാസ്തവത്തിൽ പെട്ടുപോയിരിക്കുന്നത്. പക്ഷേ യൂണിവേഴ്സിറ്റി ആരാണ് ഭരിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കൈവന്നിട്ടില്ല. ഗവർണർ ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ അദ്ദേഹം ഈ സെനറ്റ് ഹാളിൽ ഒരു ചടങ്ങിന് പോയതായി പ്രശ്നത്തിന് കാരണമായത്. പോയതല്ല, അദ്ദേഹം പോയ ചടങ്ങിൽ കാവ്യക്കൊടി പിടിച്ചൊരു ഭാരതാംബയുടെ ചിത്രം ഉണ്ടായിരുന്നു. അതാണ് ഇഷ്യൂവിനെല്ലാം കാരണം. പക്ഷെ ഇതുവരെ ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കണമെന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ എടുക്കുമെന്ന കാര്യത്തിൽ രാജ്ഭവൻ അക്ഷരം മിണ്ടിയിട്ടില്ല. സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടും, രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് നടപടി അസാധുവാക്കുമെന്ന് കേട്ടിരുന്നു.
പക്ഷെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വരെ അത് സംബന്ധിച്ച് ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ഒരു ഡോക്ടർ ഷിജുഖാനാണ്, അദ്ദേഹം ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗമാണ്. അദ്ദേഹമാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുകയും നടത്തുകയും ചെയ്യുന്നതെന്നാണ് പത്രവാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ശരിയാണോ എന്നറിയില്ല. അത് ശരിയാണെങ്കിൽ ഗവർണർക്ക് വേറൊരു കാര്യം ആലോചിക്കാവുന്നതാണ്. ഈ ഡോക്ടർ ഷിജുഖാൻ യൂണിവേഴ്സിറ്റിയുടെ ഭരണകാര്യങ്ങളിൽ വളരെ പരിണിത പ്രജ്ഞനാണെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ തന്നെ വീസിയാക്കുക. അപ്പൊ പിന്നെ ഇടതുപക്ഷ സിൻഡിക്കേറ്റുകാർ അടങ്ങിക്കോളും, അവർക്ക് സന്തോഷമായിക്കോളും. വേണമെങ്കിൽ ആ വഴിക്കൊന്ന് ആലോചിക്കാവുന്നതാ. അല്ലാതെ ദയവ് ചെയ്ത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവി ഇങ്ങനെ പന്താടരുത്. ഇപ്പോ മന്ത്രി വീണ ജോർജും മന്ത്രി ബിന്ദു മാധവും ഒക്കെ അവരവരുടെ റോളുകൾ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയണ്ണന് വേണേൽ അദ്ദേഹത്തിന്റെ പങ്ക് നിർവഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ സ്കൂളിലെ പഠന സമയം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് സമസ്ത ചില സമരപരിപാടികളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുക. അതങ്ങനെ നടന്നോട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം അതിനെതിരായിട്ട് ചില പ്രസ്താവനകളൊക്കെ ശിവൻകുട്ടി നടത്തിയിട്ടുണ്ട്. അതൊന്ന് മോപ്പിച്ചെടുത്താൽ അദ്ദേഹത്തിന്റെ പങ്കും വളരെ കൃത്യമായ തോതിൽ നിർവഹിക്കപ്പെട്ടുകൊള്ളും. ഈ മന്ത്രിമാരെയൊക്കെ തീരുമാനിക്കുമ്പോഴേ അല്പം ഒന്ന് ആലോചിക്കുന്നതും ശ്രദ്ധിക്കുന്നതും ഒക്കെ നല്ലതാ. അത് പിന്നീട് ഗുണം ചെയ്യും. മന്ത്രിമാരുടെ നിയമനം കുടുംബക്കോട്ടയിലാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധ വേണം. കുടുംബക്കോട്ടയിൽ ഒരു നിയമനം നടത്തിയാൽ മറ്റ് അവകാശവാദങ്ങൾ ഉണ്ടാവും. അതും ചെയ്തു കൊടുക്കേണ്ടി വരും. അതിന്റെ ഫലമാണ് ഇപ്പോൾ LDF സർക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.